എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് അപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ടാണ് ഇതൊക്കെ ഒന്ന് അരച്ച് ഒന്ന് കൂട്ടി വെക്കുകയാണേ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ എടുത്തത്. കുറച്ച് ഞാൻ മാവെടുത്ത് മാറ്റി വെച്ചതാണ്. എന്ന് വെച്ചാൽ അത് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയാണ്. അപ്പോൾ ഞാൻ കടല കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. ഒരു പാത്രത്തിലേക്ക് അല്പം മാറ്റി. അത് നമുക്ക് കടലക്കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ, കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടല നമ്മളൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് ചേർക്കാനാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കുന്നതിനിടയിൽ തന്നെ പാലപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ വട്ടയപ്പം ഞാൻ ഉടനെ ഉണ്ടാക്കില്ല. ആ മാവ് ഞാൻ എടുത്ത് വെച്ചിരിക്കണം. ഒന്നെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഇപ്പോൾ രാവിലെ വട്ടയപ്പം കഴിക്കണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാനത് ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമ്മുടെ പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കറി ഒന്ന് മസാലപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഒന്ന് ചൂടാക്കി ഇട്ടിട്ട് വറയിലിട്ടിട്ട് ഒന്ന് കടലക്കറി റെഡിയാക്കി എടുത്ത് പിന്നെ കറിയിലേക്ക് ഞാൻ ആ കടല അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയും നല്ല തിക്നെസ് ആയിട്ടുള്ള കറി റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അങ്ങനെ എല്ലാവരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചേട്ടായിയുടെ കയ്യിലിരിപ്പുണ്ട് മോളൂട്ടി. രാവിലെ തന്നെ ഉണർന്ന് പിന്നെ ഇവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കയ്യിലെടുത്ത് ചെറിയ വഴക്കൊക്കെ വന്നപ്പോൾ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തണുപ്പിന് ഇടുന്നതാണ്. അപ്പോൾ കൊതുകിൻ്റെ ശല്യവും കൊതുക് കുത്തിയേയില്ല, അങ്ങനെയുള്ളൊരു കോട്ടാണ്. അപ്പോൾ കണ്ട നല്ല മഴയായിരുന്നു. അതും തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റും അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാമ്പയ്ക്ക എല്ലാം താഴെ വീണ് കിടക്കുകയാണ്. കാറ്റടിച്ച് എല്ലാം താഴെ വീണിട്ടുണ്ട്. ഇപ്പം മധുരമില്ലാത്തത് കൊണ്ട് അത് കഴിക്കാനൊന്നും വലിയ ഗുണമില്ല. അപ്പോൾ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. ചില ദിവസങ്ങളിലാണ് ഇങ്ങനെ മഴ കൂടുതലായിട്ടുള്ളത്. ഇത് രാവിലെ മഴ പെയ്തെങ്കിലും പിന്നെ ഒന്ന് തോർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മോൾക്ക് ഹോസ്റ്റലിലേക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് വിടാൻ വേണ്ടിയിട്ട് മോൻ കൊണ്ടുപോയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കറി എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വീണ്ടും കയറിയിട്ടുണ്ട്. ചേന തീയിൽ വെക്കാൻ വേണേ. അപ്പോൾ ചേന ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വറ പൊട്ടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വറുത്തരച്ചാണ് ഞാൻ തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ ചേന വറയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഞാൻ വാളംപുളി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളവും കൂടെ ഇതിലേക്ക് ഒന്ന് ചേന കുറച്ച് വെന്ത് വന്നതിന് ശേഷം പുളി ചേർക്കുള്ളൂ, അല്ലെങ്കിൽ ചേന വേകാതെ കിടക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വെള്ളം ഒട്ടും ഒഴിക്കാതെ കണ്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ പുളിവെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചേന ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ അത് റെഡിയായി വരട്ടെ. അപ്പം അതിനിടയ്ക്ക് ഞാൻ ആ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണിയിലാണ് കിട്ടിയത്. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരച്ച് വെച്ച അരപ്പും കൂടെ ചേനയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചേനക്കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് എനിക്കൊന്ന് ഡോക്ടറെ കാണാനൊക്കെ പോണേ. അപ്പോൾ എൻ്റെ കൈക്ക് സുഖമില്ലാതിരിക്കുകയാണ്. വലത് കൈക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർത്തലയിലുള്ള ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാനായിട്ട് റെഡിയാകണം. അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഞാനും മോനും കൂടെയാണ് പോരാനിടുന്നത്. അപ്പോൾ ചേട്ടായിക്കും കൂടെ ഡോക്ടറെ കാണണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി ചേർത്തലയിലുള്ള ആയുർവേദത്തിലാണ് ഡോക്ടറെ കാണുന്നത്. അപ്പം ഇപ്പോൾ ചെറിയ നീർക്കെട്ടലുള്ളത് കൊണ്ട് ഒരു കപ്പിങ് ചെയ്ത് പോരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലത്തെ പോലെയല്ല, ഉച്ചയ്ക്ക് ശേഷം ചെറിയ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോരാൻ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് നമുക്ക് അത്യാവശ്യം തിരക്കൊന്നും അവിടെ ഇല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് പോരാനൊക്കെ പറ്റും. അപ്പോൾ ചേട്ടായിയുടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാനും മോനും കൂടെയാണ് എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങൾ അവിടെ വരുമ്പോഴത്തേക്ക് 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമുക്കധികം ഇരുന്ന് മുഷിയേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കണ്ട് ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടായി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് അതിന് ശേഷം ഞങ്ങൾ
വീട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത് കുറച്ചങ്ങോട്ട് മാറിയിട്ടായിരുന്നേ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പം ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും റോഡിലൊക്കെ അവിടെ ഇവിടെയായിട്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ക്രോസ് അടവ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ട്രെയിൻ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു, ബൈ.